കല്ലൂസ് പി എസ് സി ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1-ലെ 6ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. വ്യാപാരം പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. വ്യാപാരം എന്ന് പറയുന്നത് പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യബന്ധം നിലനിർത്തുന്ന പട്ടുപാത ഇതിന് ഉദാഹരണമാണ്. അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലുള്ള അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. അർത്ഥശാസ്ത്രം. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന വരികളാണിത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്ന കൗടില്യന്റെ വാക്കുകളാണ് ഇത്. വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലഭ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല നോക്കാം. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖല കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഉദാഹരണം: കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ. അടുത്തത് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യാവസായിക മേഖല. ഉദാഹരണം: വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. അടുത്തത് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഈ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല എന്ന്. ഉദാഹരണം: ബാങ്കിംഗ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ. ഉദാഹരണം: ബാങ്കിംഗ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 3 മേഖലകളിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപാദനം സാധ്യമാകുന്നത്. ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും. ജനങ്ങൾക്കാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം. ജനങ്ങൾക്കാവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപാദനം നടക്കുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം,
സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ. ഭൂമി: ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുവസ്തുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. തൊഴിൽ: ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്. മൂലധനം: ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിന്റെ ഭാഗമാണ്. ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിന്റെ ഭാഗമാണ്. മൂലധനം പലവിധം. സാമ്പത്തിക മൂലധനം: പണം, നിക്ഷേപം. മനുഷ്യ മൂലധനം: കഴിവ്, ജ്ഞാനം. ഭൗതിക മൂലധനം: യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. പ്രകൃതി മൂലധനം: വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെ മൂലധനം പലവിധമുണ്ട്. സംഘാടനം: ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അഥവാ സംരംഭകർ എന്നറിയപ്പെടുന്നു. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിന് ആവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിന്റെ ഭാഗമാണ്. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ്. ഭൂമി: ഉൽപാദന ഘടകങ്ങളിൽ ഭൂമി, അതിനുള്ള പ്രതിഫലമാണ് പാട്ടം. തൊഴിൽ: പ്രതിഫലം കൂലി. മൂലധനം: പ്രതിഫലം പലിശ. സംഘാടനം: പ്രതിഫലം ലാഭം. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം. വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. ഒരു ഉപഭോക്താവ് എന്ന് വെച്ചാൽ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിൻ്റെ ഭാഗത്താണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ഗാന്ധിജി. ഉപഭോക്താവിന്റെ പ്രാധാന്യം ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന്. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഗുണമേന്മ,
വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം, അളവിലും തൂക്കത്തിലും കൃത്യത. ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപാദനം, മിച്ചോൽപാദനം, കൈമാറ്റ സമ്പ്രദായങ്ങൾ, സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു.